ഭൗമാന്തരീക്ഷം. അന്തരീക്ഷവായുവിനെ ഭൂമിക്ക് ചുറ്റും പിടിച്ചു നിർത്തിയിരിക്കുന്ന ബലം ഏത്? ഗുരുത്വാകർഷണം. വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹം ഏതാണ്? ഭൂമി. ശുക്രഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിന്റെ 95% ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ കൂടുതലായുള്ള വാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ ഭാരത്തിന്റെ 99%-ഓളം ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിനുള്ളിലാണ്? 100 കിലോമീറ്റർ. ഭൂമിയുടെ അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് ഏതാണ്ട് എത്ര ശതമാനമാണ്? 78.08%. അന്തരീക്ഷ വായുവിൽ കൂടുതലായുള്ള രണ്ടാമത്തെ വാതകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 20.95%. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകം ഏത്? ആർഗൺ. അന്തരീക്ഷ വായുവിന്റെ എത്ര ശതമാനത്തോളമാണ് നിഷ്ക്രിയ വാതകമായ ആർഗൺ? 0.93%. ഭൂമിയിലെ താപനിലയെ താഴാതെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഹരിതഗ്രഹവാതകമേത്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷ വായുവിൽ എത്ര ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്? 0.038%. അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും ഉള്ളത് ഭൗമോപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്ററിനുള്ളിലാണ്? 11 കിലോമീറ്റർ. അന്തരീക്ഷ വായു പ്രയോഗിക്കുന്ന മർദ്ദം എങ്ങനെ അറിയപ്പെടുന്നു? അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള യൂണിറ്റ് ഏത്? മില്ലി ബാർ. സമുദ്രനിരപ്പിൽ എത്ര മില്ലി ബാറാണ് ഭൂമിയിലെ അന്തരീക്ഷമർദ്ദം? 1013 മില്ലി ബാർ. ശരാശരി അന്തരീക്ഷമർദ്ദത്തിന് കുറവ് വരുമ്പോൾ മോശം കാലാവസ്ഥ അനുഭവപ്പെടാൻ ഇടയാക്കുന്ന പ്രതിഭാസമാണ് ന്യൂനമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ഏത്? ബാരോമീറ്റർ. ബാരോമീറ്റർ കണ്ടുപിടിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര്? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ഭൂമിയുടെ അന്തരീക്ഷത്തെ പ്രധാനമായും എത്ര പാളികളായി തിരിക്കാറുണ്ട്? 5 പാളികൾ. ഭൗമോപരിതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. പരമാവധി എത്ര കിലോമീറ്റർ വരെ ഉയരത്തിൽ ട്രോപ്പോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു? 16 കിലോമീറ്റർ. ഭൂമിയിലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ട്രോപ്പോസ്ഫിയർ. കാറ്റ്, മഴ, മഞ്ഞുവീഴ്ച, മേഘങ്ങൾ, ഇടി, മിന്നൽ എന്നിവയെല്ലാം ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാവുന്നത്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായുള്ള അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. വിമാനങ്ങൾക്ക് പറക്കാൻ ഏറ്റവും യോജിച്ച മേഖല ഏത് അന്തരീക്ഷ പാളിയാണ്? സ്ട്രാറ്റോസ്ഫിയർ. സൂര്യനിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും സംരക്ഷണമേകുന്ന ഓസോൺ കവചം ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരത്തിലുള്ള മേഖലയിലാണ് ഓസോൺ കൂടുതലായി ഉള്ളത്? 15 മുതൽ 30 വരെ കിലോമീറ്റർ. ഓസോൺ കവചത്തിന് വിള്ളൽ ഏൽപ്പിക്കുന്ന പ്രധാന രാസവസ്തുക്കളേവ? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഒരു ഓസോൺ തന്മാത്ര? 3. അൾട്രാവയലറ്റ് കിരണങ്ങൾ കൂടുതലായി ഏൽപ്പിക്കുന്നത് മൂലം മനുഷ്യരുണ്ടാവുന്ന ചർമാർബുദം ഏത്? മാലിഗ്നന്റ് മെലാനോമ. അന്തരീക്ഷത്തിലെ മൂന്നാമത്തെ പാളിയായ മെസോസ്ഫിയർ പരമാവധി എത്ര കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു? 80 കിലോമീറ്റർ. ഭൗമ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? മെസോസ്ഫിയറിൽ. ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക സമയത്തോ ദിവസത്തിലോ ഉള്ള അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നതെന്ത്? ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു പ്രത്യേക പ്രദേശത്ത് നീണ്ട കാലയളവിൽ അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതികളുടെ ആകെ തുക എങ്ങനെ അറിയപ്പെടുന്നു? കാലാവസ്ഥ. കുറഞ്ഞത് എത്ര വർഷമെങ്കിലുമായി ഒരു പ്രദേശത്തുള്ള ദിനാന്തരീക്ഷ സ്ഥിതിയെയാണ് കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്? 30 വർഷം.
ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്ന സമയമേത്? ഉച്ചകഴിഞ്ഞ് 3:30. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്നത് എപ്പോഴാണ്? സൂര്യോദയത്തിന് തൊട്ടു മുൻപ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അയണോസ്ഫിയർ ഏത് അന്തരീക്ഷപാളിയുടെ ഭാഗമാണ്? തെർമോസ്ഫിയറിൻ്റെ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള പാളി ഏത്? എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പ് അറിയപ്പെടുന്ന പേരെന്ത്? കാർമൻ രേഖ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ ഉയരെയാണ് കാർമൻ രേഖ? 100 കിലോമീറ്റർ. അമേരിക്കൻ നയമനുസരിച്ച് സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരെ യാത്ര ചെയ്യുന്നവരെയാണ് ബഹിരാകാശ യാത്രികർ എന്ന് പറയുന്നത്? 80.5 കിലോമീറ്റർ അഥവാ 50 മൈൽ. അമേരിക്കൻ ബഹിരാകാശ യാത്രികർ എങ്ങനെ അറിയപ്പെടുന്നു? ആസ്ട്രോനോട്ട്. ഏഷ്യൻ ബഹിരാകാശ യാത്രികർ ഏതു പേരിൽ അറിയപ്പെടുന്നു? കോസ്മോനോട്ട്. ചൈനീസ് ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് എങ്ങനെ? തായ്ക്കനോട്ട്. ഫ്രഞ്ച് ബഹിരാകാശ യാത്രികർ എങ്ങനെ അറിയപ്പെടുന്നു? സ്പേഷ്യോനോട്ട്. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.